നിങ്ങൾക്കറിയാം, ഈ നീറ്റ് UG പുനഃപരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കർശന നടപടികളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രംഗത്ത് വരുന്നു. ഈ NDA ഒരുപാട് വിമർശനങ്ങൾ ഏറ്റു. പരീക്ഷ ക്യാൻസൽ ചെയ്യേണ്ടി വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ NDA ഏറ്റെടുക്കണം, അതിൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ രീതിയിൽ മുറവിളി വരുന്ന ഒരു സാഹചര്യമാണ്. 22 ലക്ഷത്തിലധികം കുട്ടികൾക്കാണ് ഈ പരീക്ഷ വീണ്ടും എഴുതേണ്ടി വന്നിരിക്കുന്നത്. ഫോണും ഇൻ്റർനെറ്റും ഇല്ലാത്ത അടച്ചിട്ട കേന്ദ്രത്തിലാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകൻ. ജൂൺ 21 പരീക്ഷ കഴിയുന്നതുവരെ ഇവർക്ക് പുറത്തു പോകാൻ കഴിയില്ല എന്നും വിവരം. ബൽറാം നെടുങ്ങാടി, ഫാൾ പ്രൂഫായിട്ട് പരീക്ഷ നടന്ന NDAയുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇക്കഴിഞ്ഞ നീറ്റ് UG പരീക്ഷ അത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച, അത് കേന്ദ്രമന്ത്രിയുടെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിഷേധങ്ങൾ സജീവമാണ്. അതിനിടെയാണ് പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറെടുക്കുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പഴുതടച്ചുള്ള ക്രമീകരണങ്ങളാണ് NTA ഒരുക്കിയിരിക്കുന്നത്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവർ, ഒപ്പം തന്നെ ഇത് പരിഭാഷപ്പെടുത്തുന്നവർ എന്നിവരെ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ വെച്ചാണ് അവർ ഈ നടപടികൾ നടത്തുക. ഒപ്പം തന്നെ ഫോണോ ഇൻ്റർനെറ്റോ മറ്റ് പുറമേക്ക് ആശയവിനിമയം നടത്താൻ കഴിയുന്ന യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ഒഴിവാക്കിയാണ് അവരെ ഈ രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഇതിലൂടെ ചോദ്യപേപ്പറിൻ്റെ ചോർച്ച തടയാൻ ആണ് NTA ലക്ഷ്യം വെക്കുന്നത്. ജൂൺ 21 പുനഃപരീക്ഷ തീയതി പൂർത്തിയാകുന്നതുവരെ അവർ ഈ രഹസ്യ കേന്ദ്രത്തിൽ തുടരുമെന്നാണ് NTAയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. നേരത്തെയുണ്ടായ ചോർച്ച പ്രധാനമായും ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകർ, ഒപ്പം തന്നെ പരിഭാഷപ്പെടുത്തിയവർ എന്നിവരുടെ ഭാഗത്തു നിന്നാണ് എന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പഴുതടച്ചുള്ള ക്രമീകരണങ്ങൾ NTA ഏർപ്പെടുത്തിയിരിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.